ഹായ് ഫ്രണ്ട്സ്, മഴ തോരും മുമ്പേ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ പിന്നെയും പൗലോസ് വലിയൊരു മീൻ വെട്ടി അതിൻ്റെ തലയും വാലും മാറ്റി കൂടുതൽ ഭാഗം വേസ്റ്റാക്കി മാറ്റി ആ സ്ത്രീയുടെ സഞ്ചിയിൽ ഇട്ടു കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ അരിയും കടുകും മുളകും ഒക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട്. ഇത് കണ്ട് അലീനയ്ക്ക് സഹിക്കാതെ ആ സഞ്ചിയിൽ വെച്ച സാധനങ്ങൾ എടുത്തു മാറ്റു പൗലോസേട്ടാ എന്ന് പറയുന്നുണ്ട് അലീന. എങ്കിലും പൗലോസ് ഒട്ടും അനുസരിക്കാതെ സൗകര്യമില്ല കുഞ്ഞെ, എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോയി നേരെ സ്റ്റാൻലിയോട് അലീനയെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. സ്റ്റാൻലി താഴെ ഇറങ്ങി വന്ന് അലീനയോട് ചോദിക്കാൻ വരുന്ന സമയത്ത് അടുക്കളയിൽ കാണുന്നത് അപ്പച്ചൻ പൗലോസിനോട് ചോദിക്കുന്നതാണ്. നിനക്ക് ഇവിടെ ഇവള് പറഞ്ഞതനുസരിച്ച് നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് ചോദിക്കുമ്പോൾ, കേണൽ സാബ് പറയട്ടെ, ഞാൻ ഇനി ഇവിടെ നിൽക്കണോ വേണ്ടയോ എന്ന് പറയുന്നു പൗലോസ്. അത് കേൾക്കുമ്പോൾ അലീന ഇടയിൽ കയറി, കേണൽ സാബിന്റെ മകൾ അലീനയാണ് പറയുന്നത് എന്ന് പറയുമ്പോൾ സ്റ്റാൻലി, അലീന, ഇവിടെയുള്ള ജോലിക്കാർക്കൊക്കെ അനുസരണശീലമുള്ളവരാണ്. കിച്ചണിൽ പോയിട്ട് അവരോട് വെറുതെ വഴക്കുകൂടാൻ നിൽക്കണ്ട. ഞാനിവിടെ ഡൈനിങ് ടേബിൾ നിറയെ ധാരാളമായി വിഭവങ്ങളോടുകൂടി കഴിച്ചു ശീലിച്ചയാളാണ്. അവർ എത്ര ഉപയോഗിക്കുന്നു, എത്ര വേസ്റ്റ് ആക്കുന്നു എന്നൊന്നും നോക്കി തല പുകയ്ക്കാറില്ല. അതുകൊണ്ട് അവരുടെ കാര്യത്തിലൊന്നും ഇടപെടാൻ പോകണ്ട എന്ന് പറയുമ്പോൾ അലീന പറയുന്നത്, പപ്പ, ഇവിടെ വില കൂടിയ ഭക്ഷണങ്ങൾ ധാരാളമായി കഴിച്ച് മിച്ചം വരുന്നത് കളയുമ്പോൾ കഴക്കൂട്ടത്തിൽ ഓർഫനേജിൽ പപ്പയുടെ മകൾ എച്ചിലെങ്കിലും കിട്ടുമോ എന്നോർത്ത് കഴിഞ്ഞ ഒരു കാലം ഉണ്ടായിരുന്നു പപ്പ എന്ന് പറയുമ്പോൾ സ്റ്റാൻലിയുടെയും കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. എത്രമാത്രം എൻ്റെ മകൾ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് ആലോചിച്ചു നിൽക്കുന്ന സ്റ്റാൻലിയെ കാണിച്ചുകൊണ്ടാണ് പ്രമോ അവസാനിക്കുന്നത്. പ്രമോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിന്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.